പാരീസ് ഫിലിം ഫെസ്റ്റിവലിലെ ഫീച്ചർ വിഭാഗത്തിലെ മികച്ച സിനിമയായി സൗണ്ട് ഓഫ് പെയിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അവസാന റൗണ്ടിൽ 5 വിദേശ ചിത്രങ്ങളെ പിന്തള്ളിയാണ് ഈ ഇന്ത്യൻ ചിത്രം വിജയം കൈവരിച്ചത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് നവാഡ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ജൂറി അവാർഡും ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു. ഒപ്പം ലിഫ്റ്റ് ഓഫ് ഓൺലൈൻ സെഷൻസിലേക്കും പോയ വാരം ഈ ചിത്രം തിരഞ്ഞെടുത്തു. ഓസ്കാർ നോമിനേഷന് യോഗ്യത നേടിയ സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന ചിത്രം കൂടിയാണ് സൗണ്ട് ഓഫ് പെയിൻ. കുറുമ്പ ഭാഷയിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സിനിമ കൂടിയാണ് ഹോളിവുഡ് സംവിധായകൻ ഡോക്ടർ സോഹൻ റോയ് നിർമ്മിച്ച് വിജീഷ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രം. ചിത്രത്തിലെ നായക കഥാപാത്രമായ ആദിവാസി യുവാവിനെ അവതരിപ്പിക്കുന്നത് പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയനാണ്. തേൻ ശേഖരണം ഉപജീവന മാർഗമാക്കിയ കുറുമ്പ ഗോത്രത്തിൽപ്പെട്ട ഒരു ആദിവാസി കുടുംബനാഥന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം വനത്തിൽ തേനിന് ദൗർലഭ്യം ഉണ്ടായതിനെ തുടർന്നുള്ള പ്രതിസന്ധിയാണ് സിനിമയുടെ പ്രമേയം. പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടുമുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെയും സാഹചര്യങ്ങളുമായി പിന്നീട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിനെയും വിവരിക്കുന്നതാണ് തുടർന്നുള്ള കഥ. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ആഴത്തിൽ അടയാളപ്പെടുത്തി കൂടി ചെയ്യുന്ന സിനിമയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ചലച്ചിത്ര സംവിധായകൻ ഇത്തരമൊരു ശ്രമം നടത്തുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ വിജീഷ് മണിയാണ് സിനിമയുടെ കഥയും സംവിധാനം നിർവഹിച്ചത്. വിജീഷ് മണിയുടെ സംസ്കൃത ഭാഷയിലുള്ള നമോ, നേതാജി തുടങ്ങിയ ചിത്രങ്ങൾ 2019-ലും 2020-ലും ഗോവ ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 51 മണിക്കൂറുകൾ കൊണ്ട് വിശ്വഗുരു എന്ന ചിത്രം പൂർത്തിയാക്കി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിന് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് വിജീഷ് മണി. ഏറ്റവും മികച്ച പരിസ്ഥിതി പ്രാധാന്യമുള്ള മലയാള ചിത്രത്തിനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡും അദ്ദേഹത്തിന്റെ പുഴയമ്മ എന്ന ചിത്രത്തിന് 2018-ൽ ലഭിച്ചിരുന്നു. ഗ്രാമി അവാർഡ് ജേതാവായ അമേരിക്കൻ സംഗീത പ്രതിഭ എഡോൺ മോള നാടൻ പാട്ടുകളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നഞ്ചമ്മ എന്നിവർ ദി സൗണ്ട് ഓഫ് പെയിനു വേണ്ടി വരികൾ എഴുതുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. ജുബൈർ മുഹമ്മദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. പ്രകാശ് വാടിക്കൽ തിരക്കഥയും ദേശീയ അവാർഡ് ജേതാവ് B. ലെനിൻ ചിത്രത്തിന്റെ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. R. മോഹനാണ് ക്യാമറ. ശ്രീകാന്ത് ദേവിയാണ് പശ്ചാത്തല സംഗീതം. പ്രശസ്ത താരം VN മംഗലശ്ശേരിയാണ് ചിത്രത്തിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള കൗമുദി.